സ്വന്തം നാട്ടിൽ പട്ടിണി മാറ്റാൻ IMF-ന്റെ കാല് പിടിക്കുന്ന പാകിസ്ഥാൻ അങ്ങ് ഗൾഫിൽ സൗദി അറേബ്യയെ രക്ഷിക്കാൻ കൊപ്പുകൂട്ടുകയാണ്. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നാമെങ്കിലും സംഭവം സത്യമാണ്. അമേരിക്ക ഇറാൻ പ്രശ്നത്തിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി അഭിനയിക്കുന്ന പാകിസ്ഥാൻ സൗദി അറേബ്യയുടെ ഔദ്യോഗിക വാടക പട്ടാളമായി കൂടി മാറിയിരിക്കുകയാണ്. അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ വെടിനിർത്തൽ കൊണ്ടുവരാൻ പോകുന്ന വലിയ മധ്യസ്ഥനായിട്ടൊക്കെയാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പോസ്. എന്നാൽ ഇതിനിടയിൽ ഇവർ ഒപ്പിച്ച പണിയാണ് കെങ്കേമം. റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം 8000 പാകിസ്ഥാൻ സൈനികരെയാണ് പ്രതിരോധ കരാറിന്റെ പേരിൽ സൗദിയിൽ വിന്യസിച്ചിരിക്കുന്നത്. ചൈനയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 16 JF-17 യുദ്ധവിമാനങ്ങൾ, 2 സ്ക്വാഡ്രൺ ഡ്രോണുകൾ, പിന്നെ ചൈനീസ് നിർമ്മിത HQ-9 വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇതിനോടകം സൗദിയിൽ എത്തിക്കഴിഞ്ഞു. ആയുധങ്ങളും പട്ടാളവും പാകിസ്ഥാന്റേതാണെങ്കിലും ഇതിന്റെ മുഴുവൻ ചെലവും വഹിക്കുന്നത് സൗദി അറേബ്യ ആണെന്നതാണ് ഇതിലെ പരസ്യമായിട്ടുള്ള രഹസ്യം. അങ്ങനെയെങ്കിലും ആ പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് ശമ്പളം എന്ന് പറയുന്ന സാധനം കിട്ടുമല്ലോ. കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച ഒരു രഹസ്യ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാന്റെ ഈ സൈനിക സേവനം. ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് സൗദിയെ രക്ഷിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. നിലവിൽ ഈ സൈനികർക്ക് ഉപദേശക പരിശീലന ചുമതലകൾ മാത്രമാണ് ഉള്ളതെങ്കിലും കാശ് കിട്ടിയാൽ ഏതു നിമിഷവും നേരിട്ട് യുദ്ധരംഗത്തിറങ്ങാൻ ഇവർ സജ്ജരാണ്. മാത്രമല്ല, ഈ കരാർ പ്രകാരം ഭാവിയിൽ 80,000 പാകിസ്ഥാൻ സൈനികരെ വരെ സൗദിയിലേക്ക് വാടകയ്ക്ക് നൽകാൻ പാകിസ്ഥാൻ തയ്യാറാണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇവിടെയാണ് പാകിസ്ഥാന്റെ യഥാർത്ഥ ഇരട്ടത്താപ്പും ഗതികേടും നമ്മൾ കാണേണ്ടത്. ഒരു വശത്ത് അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ സമാധാനം ഉണ്ടാക്കാൻ നടക്കുന്ന ഇസ്ലാമാബാദ്, മറുവശത്ത് ഇതേ ഇറാനെതിരെ പൊരുതാൻ സൗദി അറേബ്യയ്ക്ക് കാശിന് വേണ്ടി സ്വന്തം പട്ടാളത്തെ വിട്ടു നൽകുന്നു. പകലിൽ സമാധാനം പ്രസംഗിക്കുക, രാത്രിയിൽ വാടക പട്ടാളമാകുക, കൂലി പട്ടാളമാകുക. ഇതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ നയം. കഞ്ഞി കുടിച്ചു പോകാനുള്ള ഓരോ തത്രപ്പാടാണ്. മധ്യസ്ഥനായി നിന്ന് സമാധാനം പറയുകയും പരോക്ഷമായി ഇറാനെതിരെ സൗദിയുടെ പ്രതിരോധ കോട്ട തകർക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഈ തന്ത്രം അവരുടെ നയതന്ത്ര വിശ്വാസ്യതയെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ്. ചുരുക്കത്തിൽ സ്വന്തം രാജ്യത്തെ സാമ്പത്തിക തകർച്ച മറികടക്കാൻ സൈന്യത്തെ തന്നെ ലേലത്തിന് വെച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് വേണം കരുതാൻ. സമാധാന ചർച്ചകളിലെ നിഷ്പക്ഷ മധ്യസ്ഥൻ എന്ന അവരുടെ നാടകം ഈ വമ്പൻ സൈനിക വിന്യാസത്തോടെ പൊളിഞ്ഞിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ ഈ ഇരട്ടത്താപ്പ് കളി പാകിസ്ഥാൻ തന്നെ വലിയൊരു തിരിച്ചടിയാകുമോ എന്ന് വരും നാളുകളിൽ കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് മലയാളം.